നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതിയെ രൂപീകരിച്ചു. കമ്മിറ്റി 2 മാസത്തിനകം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, എന്താണ് ഈ ഉന്നതതല സമിതിയുടെ ഘടന, മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റിന, നേരത്തെ തന്നെ ഇക്കാര്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയതാണ്. കാരണം നിരവധി ആരോപണങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഒരു ഉന്നതതല സമിതിയെ രൂപീകരിച്ചുകൊണ്ട് NTAയുടെ സുതാര്യത അത് കൂടുതൽ ഉറപ്പിക്കാനായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് സാങ്കേതിക രംഗത്തെയും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ രംഗത്തെയും പ്രമുഖരെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും സമിതി രൂപീകരണം എന്നടക്കമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. അതായത് NTAയുടെ പ്രവർത്തനവും പരീക്ഷാ നടത്തിപ്പിലെ പരിഷ്കരണങ്ങൾ, അതിൽ ഈ സെക്യൂരിറ്റി, ഡാറ്റ സെക്യൂരിറ്റി പ്രോട്ടോകോൾ അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സമിതിയെ രൂപീകരിച്ചിട്ടുള്ളത്. ആ ശുപാർശകൾ സമിതി നൽകും. ഇത് 2 മാസത്തിനകമായിരിക്കും ഈ സമിതിയുടെ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറുക. തുടർന്നായിരിക്കും NTAയുടെ തലപ്പത്തടക്കം മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഒരു അഴിച്ചുപണിയുടെ സാധ്യതകളിലേക്ക് കൂടി കടക്കുക. ഇതിനായാണ് ഇപ്പോൾ ഈ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. മുൻ ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഒരു സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം. മുൻ ISRO ചെയർമാൻ K. രാധാകൃഷ്ണനാണ് സമിതി അധ്യക്ഷൻ.